ചെങ്കോട്ട. കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും നാട്ടിൽ ഇടതുപക്ഷം തീർത്ത മറ്റൊരു കോട്ട. കഴിഞ്ഞ ദിവസം വരെ തിരുവനന്തപുരം കോർപ്പറേഷനെ അങ്ങനെയായിരുന്നു വിശേഷിപ്പിക്കേണ്ടിയിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2025 ഡിസംബർ 13 വരെ. കഴിഞ്ഞ 45 വർഷമായി ഇടതുപക്ഷം, അതായത് CPM, മറ്റാർക്കും നൽകാതെ അടക്കി ഭരിച്ചിരുന്ന ശക്തികേന്ദ്രം ഇന്ന് കാവി അണിഞ്ഞിരിക്കുന്നു. 50 സീറ്റുകൾ നേടി BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം തിരുവനന്തപുരം നഗരത്തിന്റെ ഭരണം പിടിച്ചിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിൽ ഒരു നഗരസഭ BJP സ്വന്തമാക്കുന്നത്. തലസ്ഥാന നഗരം തന്നെ പിടിച്ചെടുത്തത് BJPയുടെ വിജയത്തിന് ഇരട്ടി മധുരമാണ്. വെറുമൊരു വിജയമായി BJPയുടെ തിരുവനന്തപുരം നഗരസഭാ വിജയത്തെ കണക്കാക്കാൻ നമുക്ക് സാധിക്കില്ല. ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിലൂടെ കൃത്യമായി കൈവരിച്ച വളർച്ചയിലൂടെ സ്വന്തമാക്കിയ നേട്ടം. RSSന് ശക്തമായ സംഘടനാ സംവിധാനവും വലിയ സ്വാധീനവുമുള്ള നേമം, വട്ടിയൂർക്കാവ്, പിന്നെ സെൻട്രൽ മണ്ഡലത്തിലെ ചില പ്രദേശങ്ങളിലുമല്ലാതെ ബാക്കിയുള്ള നഗരസഭയുടെ നല്ലൊരു ശതമാന മേഖലയിലും കാര്യമായ സാന്നിധ്യം BJPക്കില്ലായിരുന്നു. എന്നാൽ ആ കുറവുകൾ നികത്താൻ അവർക്ക് സാധിച്ചു. RSSന്റെ സ്വാധീന മേഖലകൾക്കപ്പുറം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് കഴക്കൂട്ടം മേഖലയിലും കടന്നുകയറാൻ സാധിച്ചു. ബാലികേറ മലയായി കണ്ടിരുന്ന തീരദേശ മേഖലകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുപോലും BJPക്ക് ഇത്തവണ സ്ഥാനാർത്ഥികൾ ഉണ്ടായി. ഒപ്പം ഡബിൾ എഞ്ചിൻ സംഘടനാ സംവിധാനവും കൂടിയായപ്പോൾ വിജയം സാധ്യമായി. സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ പങ്കും ഈ വിജയത്തിൽ ചെറുതായി കാണാൻ സാധിക്കില്ല. സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങളിലും സംഘടനാ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനൊപ്പം അദ്ദേഹം തിരുവനന്തപുരത്തിന് പ്രത്യേക ശ്രദ്ധ നൽകി. നഗരത്തിലെ നിഷ്പക്ഷരായ പ്രധാന വ്യക്തിത്വങ്ങൾ തങ്ങൾക്ക് ഒപ്പമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉദ്യമത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. നേരിട്ട് നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രമുഖരെ ഒപ്പം കൂട്ടി. ജയിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നേരിട്ടെത്തുമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു നൽകി. നേമത്തെ സ്വന്തം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വഴിയും അദ്ദേഹം BJPയെ പ്രചരണത്തിൽ സജീവമാക്കി നിർത്തി. ചുരുക്കി പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ടീം വർക്കാണ് BJPയുടെ വിജയത്തിന് പിന്നിൽ. എവിടെയാണ് CPMന് പിഴച്ചത്? ശക്തി കേന്ദ്രങ്ങൾ എന്ന് കരുതിയിരുന്ന പ്രദേശങ്ങളിൽ പോലും BJP പിടിമുറക്കിയത് CPM കാര്യമായി ഗൗനിച്ചില്ല. ചില മേഖലകളിൽ മാത്രം സ്വാധീനമുള്ള പാർട്ടിയായിട്ടാണ് CPM BJPയെ കണ്ടത്. പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള കഴക്കൂട്ടം എന്ന ഉറച്ച കോട്ട തങ്ങളെ കൈവിടുമെന്ന് ഒരു കാലത്തും CPM കരുതിയിരുന്നില്ല. മാത്രമല്ല, പാർട്ടിയിലെ തമ്മിലടിയും അതുവഴി ഉണ്ടായ അടിയൊഴുക്കുകളും മനസ്സിലാക്കാൻ CPM വൈകി. തീരദേശ മേഖലയിൽ കോൺഗ്രസ് തിരിച്ചുവരവ് നടത്തുമെന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിലും നഗരമേഖലയിലെ തങ്ങളുടെ വാർഡുകൾ അവർ പിടിച്ചെടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. BJPക്ക് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനും സന്തോഷം നൽകുന്നതാണ്. സീറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കിയെന്ന് മാത്രമല്ല, ഒരു കാലത്ത് തങ്ങളുടെ സ്വാധീന മേഖലയായിരുന്ന തീരദേശത്തും അവർ ചെറുതല്ലാത്ത തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. മേയർ സ്ഥാനാർത്ഥിയായ KS ശബരിനാഥനെയും വാർത്തകളിൽ ഇടം നേടിയ വൈഷ്ണയെയും വിജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ BJP താമര വിരിയിച്ചിരിക്കുകയാണ്. ഇതൊരു മാറ്റത്തിന്റെ തുടക്കമെന്നാണ് അവരുടെ അവകാശവാദം. കാരണം അടുത്ത അവരുടെ ലക്ഷ്യം തിരുവനന്തപുരത്തെ 4 നിയമസഭാ മണ്ഡലങ്ങളാണ്. ആ നീക്കം ഫലം കാണുമോ ഇല്ലയോ എന്ന് വരും നാളുകളിൽ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തായാലും തിരുവനന്തപുരത്തെ BJPയുടെ വിജയം ചെറിയ ആത്മവിശ്വാസമല്ല അവർക്ക് നൽകിയിരിക്കുന്നത് എന്ന് ഉറപ്പാണ്.